അപ്പോൾ ഇന്ന് ഞാൻ ജോർജിയയിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ബസ്, മെട്രോ, ടാക്സി, മിനി വാൻ എല്ലാത്തിനെയും പറ്റിയുള്ള ഞാനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോയിലൂടെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എങ്ങനെയാണ് ഇവിടുത്തെ ജോർജിയയിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം, ബസ്, മെട്രോ ഉണ്ടോ, ടാക്സി എങ്ങനെയാണ്, മിനി വാൻ ഉണ്ടോ, എങ്ങനെയാണ് ഫുൾ ഒരു ട്രാൻസ്പോർട്ടിനെ പറ്റിയും എല്ലാം ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്കായിട്ട് ഞാൻ പോയിന്റുകളും കാർഡും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിലൂടെ. ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എന്നാൽ നിങ്ങൾക്ക് ഇവിടുത്തെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങൾക്കൊരു ഈസി ആയിട്ട് എല്ലാം പറഞ്ഞു തരാനാണ് എളുപ്പത്തിന് ഈ വീഡിയോ ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് ഇവിടെ എങ്ങനെയാണ്, എളുപ്പമാണോ അതോ വില കൂടുതലാണോ, എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റങ്ങൾ എന്ന് നിങ്ങൾക്ക് കാണും ഡൗട്ട്. ഇവിടെ 4 തരം ട്രാൻസ്പോർട്ട് ഉണ്ട്. മെട്രോ ഉപയോഗിക്കാം, നമുക്ക് ബസ്സുണ്ട്, പിന്നെ മിനി വാൻ ഉണ്ട്, പിന്നെ ടാക്സി ഉണ്ട്. ഈ 4 തരത്തിൽ നമുക്കിവിടെ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം. നമുക്ക് പോവാം, വരാം, എല്ലാം ചെയ്യാൻ പറ്റും. ഇതിൽ ഇപ്പോൾ നമ്മൾ ടിബിലിസിയിൽ ഇപ്പോൾ ഞാൻ ആയതുകൊണ്ട് ഇവിടെ മെട്രോ ഉണ്ട്. ഇപ്പോൾ ബത്തൂമി പോകണമെങ്കിൽ അവിടെ മെട്രോ ഇല്ല, അവിടെ ബസ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, പിന്നെ ടാക്സിയും കാണും. പക്ഷേ ഇവിടുത്തെ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ആയതുകൊണ്ട് ടിബിലിസിയിലാണ് ഞാൻ, അതുകൊണ്ട് തന്നെ മെട്രോ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെ പേടിക്കാനില്ല. ഇപ്പം മെട്രോയിലാണെങ്കിൽ ഈ കാർഡ് ഉപയോഗിക്കാം. ഇതാണ് കാർഡ്, നിങ്ങൾക്ക് കാണാതിരിക്കും, ഇതാണ് മെയിൻ കാർഡ്. മെട്രോയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കാം. ഇത് നമുക്ക് ബസ്സിന് ഉപയോഗിക്കാം, ബസ്സിന് ഉപയോഗിക്കാം. മിനി ബസ് ഇവിടെ പറയുന്നത് മഷൂദ് കെ എന്നാണ് കേട്ടോ. അപ്പോൾ മിനി ബസ്സിന് ഉപയോഗിക്കാം, സബ്വേക്ക് ഉപയോഗിക്കാം, എന്ന് പറഞ്ഞാൽ മെട്രോയിൽ ഉപയോഗിക്കാം, ബസ്സിൽ ഉപയോഗിക്കാം, എല്ലാത്തിലും ഉപയോഗിക്കാം. പിന്നെ കേബിൾ വേ ഉണ്ട്, നമ്മൾ മറ്റേ റോപ്പിലൂടെ പോണ സാധനം, അതിലെല്ലാം ഈ കാർഡ് ഉപയോഗിക്കാം. ഓരോ സ്ഥലത്തും ഓരോ വിലയാണ്. ഈ കാർഡ് ഉപയോഗിച്ചാൽ ഈ കാർഡ് അൺലിമിറ്റഡിന് കിട്ടും. 40 ജെല്ല് ഒരു മാസത്തേക്ക്, എത്ര പ്രാവശ്യം വേണമെങ്കിൽ ടാപ്പ് ചെയ്യാം. അങ്ങനെ എന്തോ ഉള്ള ഒരു ഓപ്ഷനാണ് ഞാനിത് എടുത്തത്. അല്ലാതെ ഉണ്ട് ഇത്ര പൈസ കൊടുത്ത് നമുക്ക് കാർഡ് വാങ്ങാം. അത് വേറൊരു കാർഡാണ്, ആ കാർഡ് എൻ്റെ കയ്യിലില്ല. അതൊരു വെളുത്ത ഒരു കാർഡാണ്, അതും മെട്രോയിലെ വേറൊരു കാർഡ് സംഭവമാണ്. ഇത് അൺലിമിറ്റഡ് കാർഡാണ്, മാസത്തിൽ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇതെടുത്ത് ഞാൻ. പിന്നെ ഇതിൽ മെട്രോയിൽ കയറണമെങ്കിൽ 1 ജെല്ല് അടയ്ക്കണം നമ്മൾ. എന്ന് പറഞ്ഞാൽ നാട്ടിലെ 34 രൂപ പോവും മെട്രോയിൽ, 1 ജെല്ലാണ്. ഇത് ബസ്സിലാണെങ്കിൽ 1 ജെല്ല് പോവും. ഇതിലെല്ലാം 1 ജെല്ലാണ് പോകുന്നത്. പക്ഷേ അൺലിമിറ്റഡ് എടുത്താൽ നമുക്കൊന്നും അറിയില്ല, ജസ്റ്റ് ടാപ്പ് ചെയ്യണ മാത്രമേ കാണും. മറ്റേലാണെങ്കിൽ 1 ജെല്ല് വെച്ച് പോകും, നമ്മൾ പേ ചെയ്യും. 10 ജെല്ല് അടച്ചാൽ അവർ 10 ജെല്ലിൻ്റെ കാർഡ് അങ്ങ് തരും. പിന്നെ കാർഡിന് എക്സ്ട്രാ 1 ജെല്ല് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ കാർഡിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വരാനുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഈ കാർഡ് എടുക്കണം. BOGയിലെ കാർഡ്, സ്റ്റുഡൻറ്റ് കാർഡ് എഴുതി കാണും സൈഡിൽ, നിങ്ങൾക്ക് കാണാതിരിക്കും. ഇത് സ്റ്റുഡൻറ്റ് കാർഡാണ് ഇവിടുത്തെ. ഈ കാർഡ് വെച്ച് നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും. ഇത് പോയി അപ്ലൈ ചെയ്ത് നമുക്ക് ബാങ്ക് ഓഫ് ജോർജിയ എന്ന് പറയും, അവിടെ പോയി അപ്ലൈ ചെയ്ത് ഈ കാർഡ് കിട്ടും. ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ട് ഭയങ്കര ചീപ്പാണ്. 20 തെട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൈസ ഇല്ലേ, റുപ്പീസ് 1 രൂപ എന്ന് പറയണ പോലെ പൈസ പറയുമല്ലോ, 50 പൈസ, അതൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അതേപോലത്തെ സംഭവങ്ങളാണ് ഇത്. അതേപോലെ ഇവിടെ തെട്രി എന്ന് പറയും, ലാറിയും തെട്രിയും. അപ്പം തെട്രി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പൈസ, 0.20 പോവുള്ളൂ, ഏകദേശം 6 രൂപ. അപ്പോഴേക്ക് വില കുറയും, അതാണ് നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പം അതാണ് ഏറ്റവും ലാഭം. അപ്പം പിള്ളേർക്ക് ഇത് യൂസ്ഫുള്ളാണ്. ഇവിടെ ടൂറിസ്റ്റുകാർക്ക് ഇതേ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പറ്റുള്ളൂ. ബസ്സും എല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ആൾക്കാർക്ക് സ്റ്റുഡൻറ്റ് കാർഡ് എങ്ങനെയും അപേക്ഷിച്ച് എടുക്കുക ഇവിടെ പഠിക്കാൻ വരണവർക്ക്. എന്നിട്ട് 0.20 തെട്രി, എല്ലാത്തിനും 0.20 ഉള്ളൂ. അതും 1.5 മണിക്കൂറിന് ശേഷം അടിച്ചാലേ ബാക്കി പോകും. അതിന് മുന്നേ എപ്പോൾ കയറിയാലും 0 മാത്രമേ പോകും. അത് ഓർത്ത് വയ്ക്കുക നിങ്ങൾ. ഇതും അങ്ങനെ തന്നെയാണ്, പക്ഷേ അൺലിമിറ്റഡ് ആണ്, നമ്മൾ അറിയില്ല. മറ്റേതാണെങ്കിൽ ഒരു ജെല്ല് കൊടുത്തിട്ട് പിന്നെ 1 മണിക്കൂറോ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ഇത് പോകുള്ളൂ. അതുവരെ നമുക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഇവിടെ ഗുണമാണ്. ഇവിടെ ട്രാൻസ്പോർട്ട് സത്യം പറഞ്ഞാൽ നല്ല ചീപ്പാണ്, നല്ല എളുപ്പമാണ്. അങ്ങനെ വേറെ പ്രശ്നങ്ങളായിട്ട് തോന്നിയിട്ടില്ല. ഇവിടുത്തെ ഫുഡ് ആക്സസറിയും കാര്യങ്ങളും മാത്രമാണ് ഇത്ര റേറ്റ്. ട്രാൻസ്പോർട്ട് എപ്പോഴും എനിക്ക് ചീപ്പായിട്ട് തന്നെയാണ് ഇവിടെ തോന്നിയത്. പിന്നെ
ബസ്സാണെങ്കിൽ ബസ്സിൽ ഇഷ്ടം പോലെ സ്റ്റോപ്പുണ്ട്, കാര്യങ്ങളുണ്ട്. ഇത് മെട്രോയുടെ കാര്യമാണ്. ബസ്സിൽ ഇഷ്ടം പോലെ നമുക്ക് സ്റ്റോപ്പ് ഇവിടെ അവൈലബിൾ ആണ്. നാട്ടിലെ പോലെ തന്നെ സ്റ്റോപ്പും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പോയി നിന്നാൽ അവിടെ കാണിക്കും, എഴുതി കാണിക്കും സൈഡിൽ എത്ര സ്റ്റോപ്പിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം, അതിൽ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പോഴേക്കും ബസ് വരും, കറക്റ്റ് നമ്പർ നോക്കുക, കയറുക. അതൊക്കെ എളുപ്പമാണ്. നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ പഠിക്കാം. പിന്നെ ടാക്സിയിലെ പൈസ യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്, ബോൾട്ട് എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ഈ 2 ആപ്പും എടുത്താൽ നമുക്ക് ടാക്സി ബുക്കാക്കാം. ഇവിടെ നിന്ന് ബുക്കാക്കി ടാക്സി ബുക്കാക്കുമ്പോൾ ഇന്ന പൈസ, ഡിസ്റ്റൻസ് അനുസരിച്ച് പൈസ അവർ കൂട്ടും. ചില സമയത്ത് പച്ച കാണിക്കും. പച്ച കാണിച്ചാൽ നല്ല ചീപ്പായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആവും. മഞ്ഞയായിരിക്കും, റെഡ് ആയിരിക്കും. മഴ ഉള്ള സമയത്തൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. അല്ലാതെ ഓക്കെയാണ്, അതിലും പോവാം. അങ്ങനെയാണ് ഇവിടുത്തെ ഇത്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഇവിടെ ട്രാൻസ്പോർട്ട് നല്ല ചീപ്പാണ്. അതിൽ ഇനിയിപ്പോൾ ഒന്നും പറയാനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സേഫുമാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ സേഫ് അല്ല എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ട്രാൻസ്പോർട്ടിൽ അങ്ങനെ വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. മെട്രോ കാര്യങ്ങൾ അല്ലാതെ വേറെ കുറേ കാര്യങ്ങളൊക്കെ കാണും. ട്രാൻസ്പോർട്ട് അവിടെ പോലീസും കാര്യങ്ങളും എല്ലാം സേഫാണ്, നല്ല സേഫാണ്. അതുകൊണ്ട് പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. അവിടെ എല്ലാം മെട്രോയിലാണെങ്കിൽ ഫുൾ പോലീസുണ്ട്. പിന്നെ ബസ്സിലാണെങ്കിൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട്. മഷൂക്കയിലാണെങ്കിൽ ഇത് തന്നെ, എല്ലാം സെയിം സിസ്റ്റം തന്നെ. അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പം. ടാക്സി ആണെങ്കിലും പേടിക്കാനില്ല, അവർ ബുക്കാക്കി അവരവിടെ കൊണ്ട്. ഇതുവരെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇത്രയൊക്കെയാണുള്ളത്. മെയിനായിട്ട് ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങളൊന്ന് അറിയിക്കാൻ. നിങ്ങൾക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റിലൂടെ അറിയിക്കാം. എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ചോദിക്കാം, ഞാൻ അത് റിപ്ലൈ തരണേ. അപ്പം തന്നെ ഞാൻ റിപ്ലൈ തരും. അപ്പം നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം വേറെ കുറേ കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ അത് ചെയ്യാം. അല്ലാതെ ഞാൻ കമൻറ്റിലൂടെ തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അപ്പം തന്നെ തന്ന് തീർക്കാം. പിന്നെ ഞാൻ കുറേ ജോർജിയയെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് പ്രീവിയസ്ലി കയറി നോക്കാം. ഇവിടുത്തെ വർക്ക് പെർമിറ്റിനെ പറ്റി ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.